ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന അടുപ്പുകൂട്ടി ചർച്ചക്കാരുൾപ്പെടെ പലരും വിസ്മരിച്ച, തിരസ്കരിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു ഇറാനിയൻ കപ്പൽ ഇന്ത്യൻ തീരത്ത് വന്നു. കൊച്ചിയിലാണ് ആ കപ്പൽ ഇപ്പോൾ ഉള്ളത്. അതിനകത്തുണ്ടായിരുന്ന നാവികരൊക്കെ ഇന്ത്യയുടെ നിരീക്ഷണത്തിൽ പുറത്തുമാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് നടന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനെത്തിയ കപ്പലുകളിൽ ഇറാനിയൻ കപ്പലുകളോട് ഇന്ത്യ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ തീരങ്ങളിൽ തുടരാമെന്ന് നേരത്തെ ഒരു സൂചന നൽകിയിരുന്നു. എന്നാൽ ആ സൂചന അവഗണിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പോയ ഒരു ഇറാൻ കപ്പലിനെയാണ് അമേരിക്ക ആക്രമിച്ചത് എന്നുള്ള വസ്തുതാപരമായ തെളിവുകൾ പുറത്തുവരികയാണ്. രണ്ടാമത്തെ കപ്പൽ ഉടനെ ഇന്ത്യയുടെ സഹായം ചോദിക്കുന്നു. ഇന്ത്യ മാനുഷിക പരിഗണനയെ വച്ചുകൊണ്ട് സഹായം കൊടുക്കുകയാണ്. അങ്ങനെ കൊച്ചിയിൽ ആ കപ്പൽ തീരത്തോടടുക്കുന്നു. പക്ഷെ ആ കപ്പൽ വേറൊരു തരത്തിലുള്ള പ്രവൃത്തികളിലും ഏർപ്പെടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ നിയന്ത്രണം, നിരീക്ഷണം എല്ലാം ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട്. ആ കപ്പലിലുണ്ടായിരുന്ന നാവികരെല്ലാം തന്നെ കരയിലേക്ക് മാറ്റിയിട്ടുണ്ട് സുരക്ഷിതമായിട്ട്. അപ്പോൾ ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം വരെ ഇന്ത്യൻ ഭരണകൂടത്തെയും നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപിൻ്റെയും അയാളുടെ കൂലി പടയുടെയും വാക്ക് കേട്ടുകൊണ്ട് വിമർശിച്ച സകലരും അല്പമെങ്കിലും ആത്മാഭിമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഇന്ത്യൻ ഭരണകൂടത്തോടും മാപ്പ് പറയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. കഥ അടിച്ചിറക്കിയ ആളുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, അതായത് ഇന്ത്യ ഇൻഫർമേഷൻ ചോർത്തി കൊടുത്തിട്ടാണ് അത്രേ മറ്റേ കപ്പലിനെ അങ്ങ് തകർത്ത് കളഞ്ഞത്. ആലോചിച്ച് നോക്കണം, എത്ര നികൃഷ്ടമായിട്ടാണ് ചില മനുഷ്യർ ചിന്തിക്കുന്നതെന്ന്. ഇന്ത്യക്ക് ചോർത്തി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു വരുത്തി ചോർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ നെറ്റ്വർക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്കറിയാം. ഇന്ത്യയെക്കുറിച്ച് അറിയാവുന്ന രാജ്യങ്ങൾക്കും അറിയാം എന്താണ് ഇന്ത്യയുടെ നെറ്റ്വർക്ക് എന്ന്. ഇന്ത്യക്ക് അതിന് വേണ്ടിയിട്ട് കപ്പലിനെ വിളിച്ചു വരുത്തിയിട്ട് അമേരിക്കയ്ക്ക് കാട്ടിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, അമേരിക്കയ്ക്കും അതിൻ്റെ ആവശ്യമില്ല. ലോകത്തിലെ സൂപ്പർ പവർ എന്ന് അറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാന്റെ ഒരു കപ്പലിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകൾ ലോകത്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ ഇന്നത്തെ ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണ് വെട്ടിച്ചു കൊണ്ടുപോകാമെന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതും അന്താരാഷ്ട്ര പാതയിലൂടെ ഒരു കപ്പൽ പോകുമ്പോൾ അമേരിക്കയ്ക്ക് ആരുടെ സഹായമാണ് വേണ്ടത് അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? അമേരിക്കയുടെ അന്തർവാഹിനികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളത് എന്താ പുതിയ കാര്യമാണോ? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പേര് ഇന്ത്യൻ മഹാസമുദ്രം എന്നാണെങ്കിലും ആ സമുദ്രം മുഴുവൻ ഇന്ത്യയുടേതൊന്നുമല്ല. അങ്ങനെയൊക്കെ പല വിവരമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഇവരിങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ഇന്ത്യയുടേതാണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്ന് അമേരിക്ക ഇങ്ങനെ ചെയ്തോ? ഇത് കൊള്ളാലോ, ഈ മോദി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്ക വന്നപ്പോൾ മോദി ഇതൊന്നും അറിഞ്ഞില്ലേ? മോദി മറുപടി പറയണം, മോദി രാജിവെക്കണം എന്നൊക്കെ പറയുന്ന സാമാന്യ വിവരമില്ലാത്ത കുറേ ആൾക്കാർ. അമേരിക്ക ഒരു രാജ്യമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് കടന്ന ഇന്ത്യയിൽ വന്നുപോയ ഒരു കപ്പൽ, 70ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ വന്നുപോയ ഒരു കപ്പൽ മാത്രമായിരുന്നു അത്. എന്നിട്ടും ആ കപ്പലിനോട് ഇന്ത്യ പറയുകയാണ്, നിങ്ങൾ പോകണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തുടരാം. കാരണം ആ കപ്പൽ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഇന്ത്യയിലേക്ക് വന്നൊരു കപ്പലാണ്. അതുകൊണ്ട് തന്നെ ആ കപ്പലിന് യുദ്ധവുമായിട്ട് നേരിട്ട് പങ്കൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ സുരക്ഷിതമായിട്ട് ഇന്ത്യയിൽ തുടരാമായിരുന്നു. അവരത് നിരസിച്ചിട്ട് കുഴപ്പമില്ല, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻറ്റോട് കൂടി പോയിട്ട് അവർക്കൊരു അപകടം സംഭവിക്കുന്നു. ഉടനെ തന്നെ ശ്രീലങ്ക സഹായത്തിനെത്തുന്നു. ഇന്ത്യയുടെയും മേൽനോട്ടം അതിനുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഉടനെ ഇന്ത്യ മറുപടി പറയണം. ഇറാന്റെ ഒരു കപ്പലിനെ അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർത്താൽ ഇന്ത്യ മറുപടി പറയണം. അത്രയ്ക്കുള്ള വിവരേ ഉള്ളൂ പല ആളുകൾക്കും. ഇത് പറയുന്ന കേട്ടതൊന്നും ഇന്ത്യയുടെ ജലാതിർത്തിക്കുള്ളിൽ വെച്ച് അമേരിക്ക ഒന്ന് തകർത്തു എന്നാണ്. ഇപ്പോൾ കൊച്ചിയിൽ കിടപ്പുണ്ട്. കൊച്ചിയിൽ വന്നിട്ട് അമേരിക്ക അവരുടെ മറ്റേ മുങ്ങിക്കപ്പലിൽ നിന്ന് ടോർപിഡോ തൊടുത്ത് ഇതിനെ തകർക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, അത് ഒഫൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ മോദി നിങ്ങൾക്ക് എന്തും പറയാം. പക്ഷേ അന്താരാഷ്ട്ര പാതയിലൂടെ പോകുന്ന ഒരു കപ്പലിനെ അമേരിക്ക ആക്രമിച്ചാലും മോദി മറുപടി പറയണം. ഈ വിധത്തിലാണ് ഇവിടുത്തെ മനുഷ്യരുടെ, എല്ലാവരുടെയും അല്ല പലരുടെയും പ്രതികരണങ്ങൾ. ഇനി ഇപ്പൊ എന്ത് പറയും? കഴിഞ്ഞ ദിവസം എസ് ജയശങ്കർ പറഞ്ഞു, ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഉള്ള ഒരു കപ്പലാണ്, അവർക്കിങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം വന്നു, ഞങ്ങൾ അവർക്ക് ഇവിടെ തുടരാനുള്ള അനുവാദം കൊടുത്തു. മാനുഷിക പരിഗണന അത് ഞങ്ങൾ ചെയ്യും. ലോകം മൊത്തം ഇത് കേൾക്കുകയാണ്, അമേരിക്കയും കേൾക്കുകയാണ്. ഒരു കൂസലമില്ലാതെ തന്നെ ഇന്ത്യ പറഞ്ഞു, ഇത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം നടക്കുമ്പോൾ ഇങ്ങോട്ട് വന്നൊരു കപ്പലല്ല, യുദ്ധത്തിൽ പങ്കെടുത്തൊരു കപ്പലല്ല, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യയിൽ നടന്ന ഒരു വലിയ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയൊരു കപ്പലായിരുന്നു. ആ കപ്പലിൽ ഒരു സാങ്കേതിക പ്രശ്നം വന്നു, ഇന്ത്യയിൽ തുടരാൻ നമ്മൾ അനുവാദം കൊടുക്കും. അത് മാനുഷിക പരിഗണനയാണ്. എന്തേ അമേരിക്ക പിടിച്ച് മൂക്കി കയറ്റോ ഇന്ത്യയെ? ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ മറ്റേ കാലിൽ പോയി വീണു, മോദി വീണു. ഏതോ ഒരു മാമന്റെ ഫയൽ എന്തൊക്കെ ആയിരുന്നു, മോദിയുടെ ഏതോ ഫയൽ ആരുടെ കയ്യിലുണ്ട്.
ഇങ്ങനെയൊക്കെ പച്ച നുണ. അതായത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇന്ത്യക്കകത്തുള്ള പലരുടെയും പ്രതികരണം പാകിസ്ഥാന്റെയും ചൈനയുടെയും ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും ഒക്കെ പ്രതികരണങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന പ്രതികരണങ്ങളാണ് പലപ്പോഴും ഇവർ നടത്തുന്നത്. ഫാക്ട് ചെക്ക് ചെയ്യുന്നില്ല, യാതൊരു തരത്തിലുള്ള വസ്തുതയും മനസ്സിലാക്കാതെ അങ്ങ് രാഷ്ട്രീയ വിരോധം കൊണ്ട് അങ്ങ് എന്തൊക്കെയോ വിളിച്ചു പറയാണ്. അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന ആളുകൾക്ക് തന്നെ അത് ബൂമറാങ് പോലെ വന്ന് അടിക്കും. കാരണം ആളുകൾ ഇന്ന് പണ്ടത്തെ പോലെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ തന്നെ അതങ്ങ് വിശ്വസിച്ചിട്ട് ഓ തമ്പ്രാന്ന് പറഞ്ഞങ്ങ് പോവില്ല. മറിച്ച് അവരിന്ന് ആ പറഞ്ഞ കാര്യത്തിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കും. വീണ്ടും അവരതൊന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്തിട്ടാണ് അവർ ആ ഒരു വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ അതനുസരിച്ചാണ് അവരതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങി കൊടുത്തു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടല്ലോ. സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇങ്ങനെ പ്രചാരണം നടത്താൻ പലരെയും അഴിച്ചുവിടുന്നതിലാണ് മോദി ഗവൺമെന്റിനോട് എതിരഭിപ്രായമുള്ളത്. സത്യത്തിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം. നരേന്ദ്രമോദിയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു തെളിവും ഇല്ലാതെ എങ്ങനെയാണ് ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ ഒക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ? ഇപ്പൊ ഇന്ത്യ എങ്ങനെയാണ് അമേരിക്കയുടെ മുന്നിൽ വഴങ്ങിക്കൊടുത്തത്? ഇന്നലെ ഇന്ത്യ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയല്ലോ. ഇന്ത്യ ആരുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങുമെന്ന് ഇന്ത്യ തീരുമാനിക്കും. അവിടെ ഇരുന്നും കൊണ്ട് ട്രംപ് ഞാൻ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ അയാളെയും അയാളുടെ രാജ്യത്തെയും പിണക്കാത്തത് നമ്മുടെ രാജ്യത്തിന് ആ രാജ്യത്തെ കൊണ്ട് കുറേയേറെ ഗുണങ്ങളുള്ളത് മാത്രമാണ്. അതിന്റെ അർത്ഥം ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് പറയാത്ത സമ്മതിക്കാത്തൊരു കാര്യം ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഇന്ത്യ മറുപടി പറയണം. ഏതോ ഒരു ഇന്ത്യ വിരുദ്ധത ഒരു ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള പെണ്ണുമ്പിള്ള വളരെ വൾഗർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞു. അവരുടെ അനുഭവത്തിലും അവരുടെ ഫാമിലിയിലും അവരുടെ ജീവിതത്തിലും അവരങ്ങനെ കണ്ട് ശീലിച്ചതുകൊണ്ട് പൊതുവെ അവർക്ക് എല്ലാവരെ കുറിച്ചും അങ്ങനെ ഒരു ധാരണയുണ്ടാവും. കാരണം അവരതേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള ആ സ്ത്രീ നൂറുകണക്കിന് കോടിക്കണക്കിന് യൂട്യൂബർമാരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരും ഒക്കെ ഉള്ള ലോകത്ത് ഒരു സ്ത്രീ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ വൈറലാണ്. അവരെന്തോ പറഞ്ഞതിനെ വരെ ഇവിടെ മോദിക്കെതിരെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ നയതന്ത്രം പാളിപ്പോയി. ഇത് പറയുന്ന പാകിസ്ഥാൻകാരനാണെങ്കിൽ നമുക്ക് ഒരു വിഷമവും. കാരണം അവരതേ പറയൂ. പാകിസ്ഥാൻകാരനും ഇനിയിപ്പോൾ ബംഗ്ലാദേശ് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം, ചൈനക്കാരനോ അമേരിക്കക്കാരനോ പറഞ്ഞാലും മനസ്സിലാക്കാം. വെറും രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇതിനെ പ്രചരിപ്പിക്കുന്നതിനകത്താണ് ഏറ്റവും വലിയ അപകടം. കാരണം ഈ അമേരിക്കയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയമായ ചേരിതിരിവ് അതിന്റെ വളരെ മോശം അവസ്ഥയിൽ പലപ്പോഴും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. കാരണം ഇവിടെ ഫാക്റ്റ് അല്ല ആളുകൾ പരിശോധിക്കുന്നത്. പകരം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിപ്പോൾ മോദിക്കെതിരെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നെഗറ്റീവ് ആണെങ്കിൽ അതങ്ങ് പ്രചരിപ്പിക്കാം. പോസിറ്റീവ്സ് പറയാറില്ല. അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന അമ്മാവന്മാർ പോലും പോസിറ്റീവ്സ് പറയാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവര് ഖത്തറിന്റെ കാര്യം പറയും, അവർ UAE കാര്യം പറയും, അവര് മറ്റേ ലോകത്തുള്ള സകല കാര്യങ്ങളും പറയും. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പുരോഗതിയെക്കുറിച്ച് പറയില്ല. കാരണം അവർ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. അതുകൊണ്ട് അവരത് പറയില്ല. ഇത് തന്നെയാണ് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ. നമ്മുടെ പല മാധ്യമങ്ങളും ആയിക്കോട്ടെ രാജ്യത്തിന്റെ ഗുണമുള്ളതേ പറയില്ല. പറഞ്ഞാൽ ഇനി എങ്ങാനും BJP വളർന്നു പോകുമോ എന്നുള്ള ചിന്തയായിരിക്കാം. പക്ഷെ അത് എത്ര അപകടകരമായ രാഷ്ട്രീയമാണ്. എന്നാൽ ഇല്ലാത്ത കാര്യങ്ങൾ പച്ചക്കള്ളം നുണ പ്രചരിപ്പിക്കാൻ ഇവർക്കാർക്കും ഒരു മടിയുമില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാലും അതിനെ വളച്ചൊടിച്ച് ഇന്ത്യക്കെതിരായിട്ട് മാറ്റുന്ന ഒരു രീതി. സത്യത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും അത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി ഏത് മേഖലയിൽ വലിയ ആളെന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ നരേന്ദ്രമോദി ഒരുപാട് വീക്കാണെന്ന് പറയാതെ വയ്യ. കാരണം അത്രയും മോശമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വാർഫെയറിന്റെ കാര്യത്തിൽ ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, ഇന്ത്യക്കാർ തന്നെ വിദേശികളുടെ ചട്ടുകമായിട്ട് മാറുന്നു. അവര് പടച്ചുവിടുന്ന നുണകൾ ഏറ്റുപിടിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും തന്നെ പലതരത്തിൽ ഇങ്ങനെ പ്രചാരണം നടത്തി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നു. അതിനെതിരെ ശക്തമായ നടപടികൾ ഇല്ലാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും നമ്മൾ എത്ര ഇനി വളർന്നാലും, നമ്മൾ എത്ര സമ്പന്നമായാലും, എത്ര ശക്തമായാലും സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ അപ്പോഴും ഒരു മോശം രാജ്യമായിട്ട് ഒരു മോശം പ്രതിഷ്ഠയിൽ നിർത്താൻ ഇന്ന് കഴിയുമെന്ന് പലരും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ചൈനയുടെ ഒരു സ്ട്രാറ്റജി മാതൃകയാക്കേണ്ടത്. ചൈനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ഒട്ടും ടോളറേറ്റ് ചെയ്യില്ല, ചെയ്യാനേ പാടില്ല. രാജ്യത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിദേശ നയത്തെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ, നമ്മുടെ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഉണ്ടാവുന്ന
ഏതൊരു പ്രതികരണങ്ങൾക്കെതിരെയും ശക്തമായ നിയമപരമായ നടപടി ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സൽപ്പേരിന് അത് വലിയ രീതിയിൽ കളങ്കമുണ്ടാക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയാണ് ജയിച്ചത് അല്ലേ? ഇന്ത്യയുടെ ഒരു വലിയ വിജയമായിരുന്നു. പല അടുപ്പുകൂട്ടി ചർച്ചക്കാരും പറഞ്ഞത് മറ്റു ഭാഗത്തെ നേട്ടങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ വീഴ്ചകളെക്കുറിച്ചുമാണ് കൂടുതലായിട്ടും പറഞ്ഞത്. എന്നാൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാന്റെ പോസിറ്റീവ്സ് ഇല്ലാത്തത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പലതിനെയും വളച്ചൊടിച്ചു വരെ പറയും. അപ്പൊ ഈ തരത്തിലുള്ള അജണ്ട വെച്ച് പുലർത്തുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളെ നിയന്ത്രിക്കേണ്ട കാലം എത്തിയിരിക്കുകയാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇപ്പൊ ഈ ഇറാന്റെ കപ്പലിന്റെ കാര്യത്തിൽ പോലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യക്ക് ഒരു പങ്കുമില്ലാത്ത കാര്യത്തിന് ഇന്ത്യ മറുപടി പറയണം. രണ്ടാമത് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇത് വാർത്ത പ്രചരിക്കുന്ന ഒരു വേഗതയുണ്ട്, അതാണ് ഇതിലെ അപകടം. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് അതിന് പ്രതികരണം നടത്താൻ ഒരു സമയമെടുക്കും. ആ വിഷയം അഡ്രസ്സ് ചെയ്യണം, അതിൽ എങ്ങനെയാണ് റിയാക്ഷൻ വേണ്ടതെന്ന് തീരുമാനിക്കണം, എന്തൊക്കെ പറയാം എന്തൊക്കെ പറയാൻ പാടില്ല. ഒരു ഗവൺമെന്റ് ഒരു കാര്യത്തെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് വളരെ ആലോചിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വൈകുന്നേരം പറയാനായിരിക്കും ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തൊട്ട് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ മുഴുവൻ നിറയുന്ന എന്താണ്? ഇന്ത്യ അങ്ങനെ ചെയ്തു, ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കി, ഇന്ത്യ അവിടെ പോയി, ഇന്ത്യ ഇറാനെ ഒറ്റുകൊടുത്തു, ഇന്ത്യ പറഞ്ഞിട്ടാണ് ഇറാൻ അടികിട്ടിയത്, ഇന്ത്യ എവിടെ പോയിരുന്നു, ഇന്ത്യക്ക് തിരിച്ചടിയോ. ഈ തരത്തിൽ വാർത്തകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങ് പ്രചരിപ്പിച്ചളയും. ഇത് ലോകം മൊത്തം കാണുകയാണ്. വൈകുന്നേരം ഇന്ത്യ ഗവൺമെന്റ് പറയാണ് ഞങ്ങൾ ഓൾറെഡി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ പോകാൻ തീരുമാനിച്ചു. രണ്ടാമത് മറ്റൊരു കപ്പൽ ഞങ്ങളോട് സഹായം ചോദിച്ചപ്പോൾ ഞങ്ങൾ അവർക്ക് ഇവിടെ ഞങ്ങളുടെ തീരത്ത് അടുക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പറയാണ് ഈ സാധനത്തിനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നെഗറ്റീവ് വ്യാജ വാർത്ത കത്തിച്ച ആ ഒരു തീവ്രതയോടെ ഈ ഒരു വസ്തുതാപരമായ വാർത്തയെ പ്രചരിപ്പിക്കില്ല. അതൊരു ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കാൻ ഒരു ചെറിയൊരു വാർത്തയിലങ്ങ് ഒതുക്കും. പക്ഷെ ഇതാരും കാണുകയുമില്ല. ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പടച്ചു വിട്ട വ്യാജ വാർത്തകളാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ രാജ്യം സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു അലിഗേഷൻ രാജ്യത്തിനെതിരെ ഉന്നയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എവിഡൻസിന്റെ ബേസിസിലായിരിക്കണം. അതൊരു പ്രധാനമന്ത്രിക്കെതിരെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആണെങ്കിൽ പോലും ഒരു അലിഗേഷൻ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, അത് വാർത്തകളിൽ വരുന്നുണ്ടെങ്കിൽ അത് വിത്ത് എവിഡൻസ് ആയിരിക്കണം. അല്ലാതെ എവിടെയോ ഇരിക്കുന്ന ആരോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആർക്കെതിരെയും എന്തും പറയാമെന്നാണോ? ഒരു തെളിവുമില്ല. എംസ്റ്റീൻ എന്ന് പറയുന്ന ഏതൊരു മാമന്റെ മറ്റേ പട്ടികയിൽ മോദിയുടെ പേരുണ്ടെന്ന് പറയുന്നതിന് ഒരു തെളിവുമില്ല. ഒരു സിംഗിൾ എവിഡൻസ് പോലും ഇല്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷെ വാർത്തകളിൽ പ്രചരിച്ച എന്താണ്? ഇസ്രായേൽ വിഷയത്തിൽ ഇയാൾ എന്തൊക്കെയോ അങ്ങ് ചെയ്തു എന്നാണ്. ഈ എപ്സ്റ്റൈൻ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെ, അയാളുടെ ഇടപെടൽ എന്തൊക്കെയോ ഉണ്ടായെന്ന്. അതൊന്നും ഒരു അടിസ്ഥാനമില്ലാത്ത വാർത്തയാണ്. മാത്രമല്ല, ഇവിടെ പ്രചരിച്ചപ്പോൾ അയാളുടെ ദുഷ്പ്രവർത്തികളിൽ മോദിക്ക് പങ്കുണ്ടെന്നുള്ള തരത്തിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായി. ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിയാത്തത് ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ. പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, ഏതൊരു വാർത്ത മുമ്പിൽ കിട്ടിയാലും ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ചിലപ്പോൾ ഈവൻ ഇപ്പം ഞാൻ ഈ ചാനലിലൂടെ പറയുന്ന ഒരു കാര്യം പോലും അത് 100% ശരിയാകണമെന്നില്ല. നമുക്കും പല വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതുപോലും തെറ്റാം. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു മാധ്യമത്തിലും ഏതൊരു പ്ലാറ്റ്ഫോമിലും വരുന്നൊരു വാർത്ത ഉറപ്പായിട്ടും അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം അത് വിശ്വസിക്കുക. കാരണം അത്രയേറെ വ്യാജ വാർത്തകൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.